ഗുഡ് മോർണിംഗ്. അപ്പം നമുക്കറിയാം മലയാള സിനിമയിൽ ഏറ്റവും വലിയ സംഘടനകളായി 3 സംഘടനകൾ. ഒന്ന് അമ്മയാണ്, ആത്മയാണ്, മായാണ്. അമ്മയുടെ ഇവൻറ്റും നമ്മളാണ് എടുത്തത്. ആത്മയുടെ ഇവൻറ്റും നമ്മളാണ് എടുത്തത്. ഇപ്പോഴത്തെ മാ എന്ന സംഘടന, മിമിക്രി അസോസിയേഷൻ്റെ സംഘടന, അവരുടെ ഇവൻറ്റും നമ്മൾ എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു തിരക്കിലാണ്. ഇതാണ് അവിടുത്തെ പ്രവേശന കവാടം. ഈ കവാടത്തിലൂടെയാണ് ആളുകൾ കയറുന്നത്. നമുക്ക് വളരെ സന്തോഷമുള്ള മുഹൂർത്തമാണ്. കാരണം ഇത്രയും ഈ സിനിമാ മേഖലയിലുള്ള എല്ലാവരും നമ്മളുമായിട്ട് വണ്ടു ടോക്സുമായിട്ട്, ഞാൻ ഉൾപ്പെടുന്ന കമ്പനിയുമായിട്ട് കൈകോർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ്. പരിപാടികൾ ആരംഭിക്കാൻ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇപ്പം എന്തായാലും അണ്ണാ നമസ്കാരം. അപ്പം നമ്മളെ ഈ കുടുംബത്തിലേക്ക് ഈ വർഷം നിങ്ങൾ എടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഗസ്റ്റ് അല്ല, ഞങ്ങളുടെ ഫാമിലി മെമ്പറായിട്ട് എടുത്തേക്കണം. മെമ്പർഷിപ്പ് കൊടുത്തു. എനിക്ക് സന്തോഷമായിരിക്കുന്നു. കാരണം നമ്മൾ എല്ലാ ഇവന്റുകളും ഇപ്പം നമ്മൾ എടുക്കുന്നുണ്ട്. അമ്മ എടുക്കുന്നു, ആത്മ എടുക്കുന്നു, മായിലേക്കും ഞങ്ങളാ പറയേണ്ടത്. ഞങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളുണ്ട്. ഇതെല്ലാ ഇവന്റും നിങ്ങൾ തന്നെ എടുക്കുന്നത്. ഇപ്പം അമ്മയുടെ ആണെങ്കിൽ ഇപ്പം മായുടെ തുടങ്ങിയേക്കുന്നത് തുടക്കം മാത്രം. മുമ്പോട്ട് നമ്മൾ തന്നെ അങ്ങ് പോകും. നമ്മൾ കുടുംബസംഘം ഒക്കെ ആയിട്ട് അങ്ങ് പോകും ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് ഒത്തിരി ഇവന്റുകൾ, നിങ്ങൾ ഒത്തിരി ഗെയിം ഷോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ? ഇന്ന് ഗെയിം ഷോ ഉണ്ട്, നമ്മുടെ ടീമിന്റെ പെർഫോമൻസ് ഉണ്ട്. സാധാരണ മിമിക്രിക്കാരെന്ന് പറഞ്ഞാൽ സ്കിറ്റും പരിപാടിയൊക്കെ അല്ലേ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറെ പരിപാടികൾ പ്ലാൻ ചെയ്തേക്കണം. കുറെ പരിപാടി പ്ലാൻ ചെയ്തു. എല്ലാ ഒരുക്കങ്ങളും ഒക്കെ സെറ്റ് ചെയ്തു അല്ലേ? ഇനി തുടക്കം കുറച്ച് സമയമുള്ളൂ നമുക്ക്. നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തകർക്കും പരിപാടികളാണ് അല്ലേ? ഇതാണ് നമുക്ക് എല്ലാവരുമായിട്ട് ഇങ്ങനെ കൈകടത്തും. നമുക്ക് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ആദ്യം സ്നാക്സ് കഴിച്ചാണ് ഇവിടെ നിന്ന് കയറുന്നത്. ഇവിടെ വരുമ്പം തന്നെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ട് സ്നാക്സ്, ഇവിടെ എല്ലാ ഐറ്റം ഉണ്ട്. ഇവർ വന്നവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. കണ്ടോ, ജ്യൂസ് ഐറ്റം ഉണ്ട്. കണ്ടോ, ജ്യൂസ് ഐറ്റം ഉണ്ട്. ഇവരെല്ലാം ഫ്രഷ് ആയിട്ട് അടിച്ചു കൊടുക്കും കേട്ടോ. ജ്യൂസ് ഐറ്റം ഉണ്ട്. പിന്നെ അതോടെ പറയുക സ്നാക്സ് കണ്ടില്ലേ, ഇതൊക്കെ ഈ സ്നാക്സ് ഇതൊന്ന് കാണിക്കുമോ? കണ്ടോ, ഒരെണ്ണം എനിക്ക് തരുമോ? കണ്ടോ, ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ ആദ്യമേ ഇതൊക്കെ കഴിക്കുക. സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്നു. എല്ലാവരും എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി. ഇപ്രാവശ്യം നല്ല സെറ്റപ്പാണ്. അടിപൊളിയാണ്. എല്ലാ വർഷത്തെ പോലെ അല്ലോ? അല്ലല്ല, ഈ വർഷം ഞങ്ങൾ വന്നപ്പോ തന്നെ ഞെട്ടിപ്പോയി. അറേഞ്ച്മെന്റ്സുകള് നിങ്ങളുടെയൊക്കെ ആ ഒരു ഞങ്ങളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരാണ് ഈ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ചങ്ങനാശ്ശേരിയിലുള്ള പേരെങ്ങനെയാണ്? ഫ്ലൈ ഹാർട്ട് എന്ന് പറയുന്നത്. എത്ര വർഷമായി ഇവിടെ ഇപ്പം? ഞങ്ങൾ 10 വർഷമായിട്ടുള്ള പേറ്റന്റ് സർവീസാണ്. മായമായിട്ട് എത്ര വർഷമായി കൈ കോർക്കുന്നത്? 2 വർഷം. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു, ഈ പ്രാവശ്യം. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട് ഈ വർഷം വരാൻ പറഞ്ഞു. തീർച്ചയായിട്ടും. ഇത് ഞാൻ സ്നാക്സ് കഴിച്ചോട്ടോ. അപ്പൊ നമുക്ക് ഇനിയും കാണാം. ഫുഡിന്റെ അവിടേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ നിന്ന് വന്ന്. പിന്നെ വെറൈറ്റി ടീകളുണ്ട്. ഇതുണ്ടല്ലേ, വെറൈറ്റി ടീകൾ. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം. ചേട്ടാ നമസ്കാരം. എന്നാണ്ട് ഞങ്ങളും അങ്ങ് വന്നു. നല്ല കാര്യമല്ലേ? നിങ്ങളൊക്കെ ഒരു പോപ്പുലാരിറ്റി ഉള്ള ആളല്ലേ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വരണം. നമ്മൾ ഇത് റൈറ്റ് വന്ന് കയറുമ്പോ തന്നെ അല്ലേ, ചായ കുടിക്കുക, അങ്ങനെ കയറുക. പിന്നെ അല്ല, ഹാപ്പി അല്ലേ? പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഹാപ്പി അല്ലേ? വർഷങ്ങളായിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ മിമിക്രി മേഖലയിലൊക്കെ നിന്നിട്ട് അല്ലേ, ഇപ്പോഴും ആളുകൾ കാണാൻ വേണ്ടി നല്ലൊരു സംഘടന കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യം. ഇങ്ങനത്തെ ഒരു സംഭവം മിമിക്രി ആർട്ടിസ്റ്റുമാർക്ക് ഭാഗ്യം. ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. വീട് വെച്ച് കൊടുക്കാനാണെങ്കിലും അസുഖങ്ങൾക്കാണെങ്കിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഒരുപാട് പേരുടെ സഹായങ്ങളും ഉണ്ട്. അപ്പൊ ഹാപ്പിയാണ്. ആക്സിഡന്റ് പറ്റി കിടപ്പാണ്, 2 മാസം കിടപ്പാണ്. അപ്പൊ നല്ല സഹായം നമുക്ക് ചെയ്തു. ഇതൊക്കെയാണ് സംഘടന അല്ലേ? തീർച്ചയായിട്ടും ഇതൊക്കെയാണ് സംഘടനയുടെ ഒരു ബലം. കണ്ട, അദ്ദേഹം ആക്സിഡന്റ് പറ്റി കിടന്നപ്പോഴും ഈ സംഘടന ചെയ്ത ഓരോ പ്രവർത്തികളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു അല്ല എങ്കിലും ഇവിടെ എല്ലാം വന്ന് കാണുമ്പോൾ മെമ്പറെല്ലാം കാര്യം കണ്ടു കഴിഞ്ഞപ്പോ എങ്ങനെയാ തോന്നുന്നു? സന്തോഷം. എല്ലാ വർഷവും വരണല്ലേ? അതെ, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്, പ്രോഗ്രാംസ് ഒരുമിച്ച് ചെയ്യുന്നവരാണ്. അപ്പൊ എനിക്കൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കയറാൻ അവകാശമുണ്ട്. മെമ്പർ അല്ലെങ്കിൽ നമ്മള് കുടുംബത്തിൽ അംഗമാണ് അല്ലേ? ഓക്കെ അല്ലേ? സന്തോഷം. പൊളിക്കല്ലേ? അടിച്ചു പൊളിക്കണം. ഒരു മനോഹരമായ 2 ലൈൻ പാട്ടം പാടി തുടങ്ങാം. അല്ലേ? നമുക്കൊന്ന് സ്റ്റൈല് നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നോക്കട്ടെ, നമുക്ക് കാണാം. ഓക്കെ. നമ്മുടെ അജി കുഞ്ഞുമോൻ ഇവിടെ ഇപ്പുണ്ട്. അജി, മാസ് സംഘടനയിലും ഞങ്ങൾ ഈ തവണ ഉണ്ട്. എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ സംഘടനയുടെ പ്രവൃത്തി കുറെ പേര് പറഞ്ഞപ്പോഴേ, വീട് വെച്ച് കൊടുക്കുന്ന പ്രവൃത്തി, ഒരു ആക്സിഡന്റ് പറ്റി ഒരാളെ ഇപ്പോൾ കണ്ടു. അദ്ദേഹം കുറേ നാളെ 2 മാസം എളുപ്പം ഇറങ്ങിയിട്ടതാണ്. പഴയ മിമിക്രിക്കാരനാണ്. അദ്ദേഹം പറയാം എന്തൊരു സംഘടന, എന്ത് നല്ല പ്രവൃത്തിയാണ്. സംഘടനയുടെ ബലം ഭയങ്കരമല്ലേ? അതെ, ശരിക്കും മിമിക്രിക്കാർക്ക് എപ്പോഴും ഞങ്ങളുടെ സംഘടന എപ്പോഴും മിമിക്രിക്കാരെ എപ്പോഴും ചേർത്ത് സംഘടനയുള്ള സംഘടനയിൽ ഇല്ലാത്തവരാണെങ്കിൽ കൂടി സഹായിക്കാനായിട്ട് സംഘടന എപ്പോഴും ഒപ്പമുണ്ട്.
വന്നു കഴിയുമ്പോൾ ഒരു കുടുംബത്തിൽ വന്ന് കയറിയ ഒരു ആ, feel, ഉറപ്പായിട്ടും. അല്ലേ? എല്ലാവരെയും കാണാൻ അപ്പം എനിക്ക് എൻ്റെ ആക്സിഡന്റ് സമയത്തും എൻ്റെ കൂടെ നിന്ന് ആണ് സംഘടന. എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ വല്ലപ്പോഴും വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലേ നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഒത്തുകൂടുന്നത്. ഒരു ഫാമിലി മീറ്റപ്പ് പോലെയാണത്. നമുക്ക് പൊളിക്കണം പിന്നല്ലേ അല്ലേ? നമുക്ക് അടിച്ചു പൊളിക്കണം കേട്ടോ. കുറെ പരിപാടികളൊക്കെ ഒന്ന് ചെയ്യല്ലോ. തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇന്നൊരു വ്യത്യാസം എന്നും കാണുന്ന പോലെ അല്ലോ. കൂട്ടായ്മ അത്ര അല്ലേ എല്ലാ വർഷവും ഈ ഒരു ദിവസത്തിന് വേണ്ടി ശരിക്കും മിമിക്രി ആർട്ടിസ്റ്റ് കാത്തിരിക്കണേ. കാരണം അത്രയും പേര് കൂടുന്ന ഒരു ദിവസമാണ്. എന്തായാലും അടിച്ചു പൊളിക്കാം. അപ്പൊ നമുക്ക് ഇടയ്ക്ക് കാണാം. ഉറപ്പായിട്ടും. ഓക്കെ. അപ്പോൾ അതെ കണ്ടില്ലേ, ഇങ്ങനെ സന്തോഷമുള്ള മുഹൂർത്തങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മേഖലയാണ്. നമുക്ക് പ്രസാദേട്ടനെ ഒന്ന് കാണുന്നത്. എനിക്ക് മിമിക്രി എന്ന് പറഞ്ഞാൽ പ്രസാദേട്ടനാണ് എൻ്റെ ജീവിതത്തിൽ സത്യസന്ധമായിട്ട് പറയാം. ഞാൻ കണ്ടു വളർന്നത് അങ്ങനെയാണ് പ്രസാദേട്ട. എനിക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ വർഷം തൊട്ട് ഞാനും ഒരു എൻട്രി എനിക്ക് കിട്ടിയിരിക്കുന്നു. അതിലും ഒത്തിരി സന്തോഷിക്കുന്നു. സ്വാഗതം. എനിക്ക് ഒരേ വർഷം കൂടുന്നത് നമ്മൾ നല്ല നല്ല പ്രവൃത്തിയാണ് നമ്മൾ ഈ ആർട്ടിസ്റ്റുകളും ഞാനും തമ്മിൽ എല്ലാവരും സമകാലികരാണ്. അല്ല, എല്ലാവരും ഒരേ കാറ്റഗറിയാണ്. ഞാൻ നേരത്തെ ജനിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്നൊരു വ്യത്യാസം. ഞാൻ ജനിച്ചത് കൊണ്ട് ഞാൻ സീനിയറായി, എൻ്റെ തുടക്കക്കാരനാകാൻ സാധിച്ചു. അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു നിയോഗം. അല്ല, എത്ര ശിഷ്യന്മാരുണ്ട്. അതല്ലേ, ഞാൻ നേരത്തെ ജനിച്ചുകൊണ്ട് എത്ര ശിഷ്യന്മാരുണ്ട്. അതൊക്കെ ഒരു അഭിമാനമല്ലേ? അത് അഭിമാനം അല്ലേ? ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്രസാദത്തിനെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും കണ്ടിരിക്കുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ്, ആ മിമിക്രി എന്ന കലാരൂപത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാകാരൻ. എത്ര സ്റ്റേജ് ഷോകൾ, ഇതെല്ലാം ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. പഴയതെല്ലാം യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴും. ഗിന്നസ് കോമഡി, KS പ്രസാദ് എൻ്റർടൈൻമെൻറ്റ്സ്. അപ്പോൾ അത് കഴിഞ്ഞ് എത്ര വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് 86-87 കലാഭവൻ്റെ ഗൾഫ് ഷോ. അപ്പോൾ അത് മുതലുള്ള ആളുകൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി എല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാനുള്ള ഒരു സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നിവിടെ വന്നു കയറിയപ്പം വേറൊരു വെറൈറ്റി മൂഡ് കിട്ടിയില്ല നമുക്ക്. വേറൊരു ഭയങ്കരമായിട്ട് എന്ന സംഘടന വല്ലാണ്ട് വളർന്നു എന്ന് മനസ്സിലായി. കുറേ പരസ്യങ്ങൾ മുമ്പ് നമ്മളൊരു പരസ്യത്തിന് വേണ്ടി കാല് പിടിക്കാറുണ്ട്. ഇപ്പം വന്നപ്പോൾ തന്നെ ചായ, സ്നാക്സ്, ഭക്ഷണം ഇവിടെ ഫ്രീ ആയിട്ട്. ഇപ്പോൾ എന്താണ് ഹാൻഡ്ലൂം എല്ലാവർക്കും സെറ്റ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, TV കൊടുക്കുന്നുണ്ട്. TV അജിമി ആയിട്ട് കൈ ചേർത്ത് പ്രൈസ് ഉണ്ട്, മൈജി ആയിട്ട് കൈ ചേർത്ത് പ്രൈസ് ഉണ്ട്, IFI ആയിട്ട് കൈ ചേർത്ത് പ്രൈസ് ഉണ്ട്. അങ്ങനെ എല്ലാം നമ്മളും കൂടെ അങ്ങ് സഹകരിച്ചു. അപ്പോൾ അത് കാരണം ഇത് വളർന്നുകൊണ്ടിരിക്കുക. കാരണം വളരെയധികം സന്തോഷമാണ്. ഒരുപാട് പേര് ഇങ്ങനെ അഡ്മിഷന് വേണ്ടി പണ്ട് നമ്മൾ പുറകെ നടന്ന് ചോദിക്കും, ഒരു മെമ്പർഷിപ്പ് എടുക്കുമെന്ന് പറയും. ആദ്യമൊക്കെ മെമ്പർഷിപ്പ് എടുത്ത ആളെ ഞാനാ. അപ്പോൾ ഇപ്പം അങ്ങനെയല്ലല്ലോ, മെമ്പർഷിപ്പ് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുക എല്ലാവരും. അപ്പോൾ ഒത്തിരി സന്തോഷം, നമുക്ക് കാണണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ എപ്പോഴും ഉണ്ട്. ഏറും എപ്പോഴും എവിടെ പോയാലും ഞങ്ങളെ പോലെ ഏറും ഉണ്ട്. ഉണ്ട് എവിടെ പോയാലും. നമ്മുടെ പിള്ളേരാ. അതെയോ? അതറിയില്ലേ, സിനിമയില് ലൊക്കേഷനിൽ വന്ന് തുടങ്ങിയതാണ് ഇവര്. പിന്നെ ഓരോ പടിയായിട്ട് ഉയരുന്നത് നമ്മൾ കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അമ്മയില് നമ്മുടെ ഓഫീസിൽ വന്ന് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പിന്നെ സ്റ്റോൾ ഇട്ടു. അതിനുശേഷം മായിലേക്ക് വന്നു. മായിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത തവണ ഇവിടെ വരുന്ന എല്ലാവർക്കും ഓരോ മുണ്ടും ഷർട്ടും കിട്ടാൻ. അത് കിട്ടുവാനുള്ള ഭാഗ്യം അവർക്ക് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇപ്പോൾ പാലക്കാട് നമ്മുടെ കുടുംബത്തിലുള്ള, അതായത് ഈ കുടുംബത്തിലുള്ള പലരുടെയും വിവാഹത്തിന് ഡ്രസ്സ് എടുക്കുന്ന ഇവിടുന്ന് ആരെങ്കിലും വിളിച്ചു ചോദിക്കും, നമ്മൾ പറയും നമ്മൾ ഇവരെ ഡ്രസ്സ് അങ്ങോട്ട് പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ അങ്ങോട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, ഇദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ട്. ഒരു സാരിയൊക്കെ കൊടുത്ത് ഈ സാരിയുടെ മുന്താണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് സാരി കൊടുത്തതെന്ന് കാണിക്കാനുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ് ഒരു ഡ്രസ്സ് കച്ചവടം നടത്തുന്ന ഒരാൾ ഫിറ്റ്നസ്സും കൂടി നോക്കണം. ഇപ്പൊ ഹൈദറിന് എന്താ നോക്കേണ്ടതെന്ന് അറിയോ? കൈയുടെ ആരോഗ്യമാണ്. കാരണം മൈക്ക് പിടിക്കുന്നത്. ഇവര് നോക്കേണ്ട ശരീരമാണ്. അപ്പൊ ഇവര് തന്നെ മോഡലായിട്ട് നിൽക്കുകയും ചെയ്യാം. അപ്പൊ ഇനിയും ഉയരട്ടെ. AR ഉയർന്നോടും നമ്മൾ ഉയരുന്നു. നമ്മുടെ എല്ലാ സംഘടന, ഞാൻ ഇപ്പൊ 3 സംഘടനയും ഞാനാണ്. അമ്മ അറിയാലോ, അമ്മയിലുണ്ട്, ഇപ്പം മായിൽ വന്നു, ആത്മ ഞാൻ, അവിടെയൊക്കെ ഇവരുണ്ട്, എന്റെ കൂടെ ഇവരുണ്ടെന്നുള്ള എനിക്ക് സന്തോഷമാണ്. AR ആണ്. അതെ, ഇപ്പൊ ഞാൻ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ARന്റെ ആണല്ലോ നിങ്ങള്. മുണ്ടിന്റെ ആൾക്കാർ നമ്മളെ കളക്ടറേറ്റ് ചെന്നപ്പോ അവിടെ കേരള സർക്കാരിനെ പുള്ളി ARന്റെ ആളാ. ഞാൻ എന്റെ പാർട്ട്ണറാണ്. അപ്പൊ ഒത്തിരി സന്തോഷം. നമുക്ക് കാണണം. ഒത്തിരി സന്തോഷം കേട്ടോ. നമുക്ക് ഒരുമിച്ചുള്ള യാത്രയാണ്. അങ്ങനെ ഭയങ്കര രസകരമായത് പ്രചോദനം വരുന്നുണ്ട്. അങ്ങനെ ഒരേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇതാണ് അവിടെ കയറി കഴിഞ്ഞാൽ ആദ്യം രജിസ്ട്രേഷൻ കൊണ്ടാണ്. രജിസ്റ്റർ ചെയ്തിട്ട് വേണം ആളുകൾ പോകാൻ. രജിസ്റ്റർ ചെയ്തിട്ട് ഇങ്ങനെ പോകും. പിന്നെ അതിലെ മറ്റു ഒരുക്കങ്ങൾ നമുക്കകത്ത് കാണാം. ഇതാണ് ഈ കൺസോൾ. ഇവിടെയാണ് ഇവരെല്ലാം ലൈറ്റും സൗണ്ടും എല്ലാം നിയന്ത്രിക്കുന്ന ഇവരാണ്. എൻജിനീയേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെഗാ പ്രൈസ്, IFI ഒരു മെഗാ പ്രൈസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ മെഗാ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയ ഗെയിം ഷോ വയ്ക്കുന്നുണ്ട്.
ആ ഗെയിം ഷോയ്ക്ക് ഏറ്റവും വലിയ ഗെയിം ഷോ, ആ ഗെയിം ഷോയ്ക്ക് വെക്കുന്നത് അവരുടെ റൂം, അവരുടെ വീട്ടിൽ ഒരു റൂം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇവർ. ഇതുപോലെ ഒരു റൂം സെറ്റ് ചെയ്ത് കൊടുക്കും. അത് ആദ്യമായിട്ട് ചരിത്ര സംഭവമാണ് കേട്ടോ. നമ്മളൊരു കാര്യം അവരോട് പറഞ്ഞപ്പോൾ തന്നെ അവർ നമ്മളോട് ആ സൗണ്ട് നിർത്തോ, നമ്മളോട് പറഞ്ഞപ്പോൾ തന്നെ അവർ പറയൂ നമ്മൾ കൈ ഓർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സെറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു 4 പേർക്ക് വേറൊരു പ്രൈസ് ഉണ്ട് കേട്ടോ. 75,000 രൂപയുടെ സംഭവം 15,000 രൂപയ്ക്ക് അവിടെ കൊടുക്കും. 4 പേർക്കുള്ള പ്രൈസാണ്. അത് ലക്കി കൂപ്പണാണ്. 75,000 രൂപയ്ക്ക് ഉള്ള സംഭവം 15,000 രൂപയ്ക്ക് കൊടുക്കും. അങ്ങനെ ഒരു പ്രൈസ് ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് സ്റ്റേജ്. ആ സ്റ്റേജ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. ഈ സ്റ്റേജിൽ ഉച്ച കഴിഞ്ഞ് വലിയ ഇവൻറ്റുകൾ നടത്തുന്നുണ്ട്. അത്തരം പരിപാടികളുണ്ട്. ഇവിടെ നമ്മൾ നേരെ ഒന്നും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മളിങ്ങനെ ഓരോ ആൾക്കാരെ കണ്ട് പോകണം. ഓക്കെ അല്ലേ? പൊളിക്കല്ലോ നമ്മൾ? ദേഷ്യം വരില്ലല്ലേ? അല്ലെങ്കിൽ ദേഷ്യം വരും. പൊളിക്കണം നമുക്കിന്ന് ഉറപ്പായിട്ടും. മൊത്തം സെറ്റ് അതല്ലേ? ഞാൻ തിരിച്ചു ചോദിക്കുന്നല്ല. ഇത് നല്ല ഷർട്ട് നല്ലല്ലേ? നല്ല നമ്മൾ രണ്ട് നല്ല ഷർട്ടല്ലേ? ഇതും കൊള്ളാം. ഇന്നലെ ഞാൻ വിളിച്ചതാ, ഞാൻ ഷർട്ട് എടുക്കുന്നിടത്ത് വരാൻ. അവിടെ വന്നില്ല. കൊളാബ് കിട്ടൂലേ? അതെ, ശരിയായിരുന്നു. അപ്പൊ നമുക്ക് പൊളിക്കാം. ഓക്കെ. രവിചന്ദ്രനൊക്കെ ഭയങ്കര തിരക്കിലല്ലേ? എങ്കിലും തിരക്ക് കണ്ട് നമുക്ക് സംസാരിക്കണം അല്ലേ? തിരക്ക് കണ്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ നടക്കുകയാണ്. നമ്മൾ ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ കൺസോൾ കേട്ടോ. ഉസ്മാനെ, ഇതല്ലേ നമ്മുടെ എല്ലാം റെഡി അല്ലേ? എല്ലാം സെറ്റായിട്ട് ഫുൾ ആക്റ്റീവായിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പം നമ്മൾ എല്ലാ സംഘടനകളിലെ അമ്മയില്, ആത്മയില്, മായില് എല്ലാ സംഘടനയിലും നമ്മളുണ്ട്. ഒരു അഭിമാനമല്ല നമ്മുടെ കമ്പനിക്ക് അല്ലേ? അപ്പം നമ്മൾ ഇതിലേക്ക് ഒന്ന് പോകാം. നമ്മുടെ പിള്ളേരെല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും പല സ്ഥലത്തേക്കാണ്, ഓരോ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിള്ളേരൊക്കെ റെഡിയായി ഇവിടെ ഇരിക്കുകയാണ്. നമ്മളാണ് ഫുൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളാണ്. അപ്പോൾ നമുക്കിത് ഇത് നോക്കാം. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ അജ്മി ആയിട്ട് ഒന്ന് കൈകോർക്കുന്നുണ്ട്. അജ്മി, നമുക്ക് ഇവിടെ കുറേ മെഗാ ഷോകളുണ്ട്, ആ ഗെയിമുകളുണ്ട്. ആ ഗെയിമിന് അജ്മിയാണ് പ്രൈസ് കൊടുക്കുന്നത്. അജ്മി കുറേ പ്രൈസ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളുമായിട്ട് കൈകോർത്തിരിക്കുന്ന മറ്റൊരു ബ്രാൻഡാണ് മൈജി. ഈ മൈജി നമുക്കൊരു നറുക്കെടുപ്പിലൊരു TV ആണ് കൊടുക്കുന്നത്. അതേ അജ്മിയുടെ ആളുകൾ ഇവിടെ ഉണ്ട്. അമീന ഒന്ന് വരും. അമീനെ നമ്മളുമായിട്ട് എപ്പോഴും കൈകോർത്ത് പോകാമല്ലോ. രാഷ്ട്രീയ നമ്മൾ വിളിച്ചാൽ നിങ്ങൾ ഒപ്പം ഓടിയെത്തും ഉറപ്പായിട്ടും. ഇന്ന് എന്തൊക്കെ വെറൈറ്റി അവിടെ പായസം ഉണ്ട് തോന്നുന്നു? നമ്മൾ അജ്മിയുടെ ഏറ്റവും സിഗ്നേച്ചർ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള പായസം മിക്സ് നമ്മൾ ഓൾറെഡി അമ്മയുടെ ജനറൽ ബോഡിയിൽ നമ്മൾ സെർവ് ചെയ്തു. ഇപ്പം ഈ കോമഡി ടീമിന്റെ ഈ ഒരു ജനറൽ ബോഡിയിൽ നമ്മൾ മിമിക്രി ആർട്ടിസ്റ്റുകളെ എത്രയോ മിമിക്രി കണ്ട നമ്മളൊക്കെ വളരുന്നത്. സിനിമയ്ക്ക് ഒപ്പം മിമിക്രിയും കാണുമായിരുന്നു. നമ്മൾ അജ്മി എപ്പോഴും ചേർത്തെടുത്തുന്ന ഒരു ടീം തന്നെയാണ് മിമിക്രി ആർട്ടിസ്റ്റ് എന്നുള്ളത്. അവർക്കും അജ്മിയുടെ സ്വാദ് അവരുടെ നാവിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ കാത്തു വെച്ചിരിക്കുന്ന കുറേ ഗിഫ്റ്റ് ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഗെയിംസിൽ വിൻ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുക, അജ്മിയുടെ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി നമുക്ക് ഈ ഇവന്റിൽ ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്ക് കാണാം ഉറപ്പായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ അപ്പം തന്നെ കൈകോർക്കുന്നതാണ് മൈജി, അജ്മി. അങ്ങനെ ഒത്തിരി ബ്രാൻഡുകൾ ഇതിനകത്തിപ്പോൾ നമ്മൾ കൈകോർത്തിട്ട് അജ്മി, അതോടൊപ്പം മൈജിയാണ്. അതോടൊപ്പം പിന്നെ നമ്മുടെ ഐസ് സ്പോട്ട് ഉണ്ട് കേട്ടോ, അതും നമ്മളുമായിട്ട് കൈകോർക്കുന്നു. IF ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളെ ലക്കി അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഇവിടെയാണ് കൊണ്ടുവരുന്നത്. ഇതിൽ നറുക്കെടുക്കുമ്പോൾ നമ്മളൊരു TV ആണ്, മൈജി സ്പോൺസർ ചെയ്യുന്ന TV നമുക്ക് വേണ്ടി കൊടുക്കും. അതോടൊപ്പം ഗെയിം ഷോയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ 2 മെഗാ പ്രൈസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അജ്മി തരുന്ന പ്രൈസ് ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ്. ഈ റെഡ് കാർപ്പറ്റിൽ ഇപ്പം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ആളുകളിവിടെ എത്തും. പിന്നീട് ഞങ്ങൾ ഇൻട്രാക്ഷൻ ചെയ്യും. ഞങ്ങൾ 2 ആങ്കേഴ്സ് വേറെ ഉണ്ട്. ആ 2 ആങ്കേഴ്സും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. നമ്മൾ ഏതൊക്കെയാലും ഷോയിൽ 2 ആങ്കേഴ്സ് ഉണ്ട്. ഇത് സിമിയാണ്. സിമി നമസ്കാരം. അതോടെ തന്നെ ഏഞ്ചൽ വന്നിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അമ്മ കഴിഞ്ഞു, ആത്മ കഴിഞ്ഞു, അമ്മ കഴിഞ്ഞു, മായിലേക്ക് എത്തിയിരിക്കുന്നു. എന്ത് തോന്നുന്നു? ഫീലിംഗ് വെരി പ്രൗഡ്. കാരണം ഭയങ്കര സന്തോഷമുണ്ട്. ആത്മയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്ന അമ്മയാണ്. ഇപ്പം മായിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാത്തിലും ഒരു മൊത്തത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ചാനലിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല, അതിലും സന്തോഷം. എല്ലാ കാര്യങ്ങളെയും കാണാൻ പറ്റി, അവരുടെ വിശേഷങ്ങൾ അവരോട് സംസാരിക്കാൻ പറ്റി. സിനിമയിൽ കാണുന്നതിനും അപ്പുറം ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമ്മളോട് ഭയങ്കര കൂട്ടാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ പോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോയി. അടിപൊളിയായിട്ട് തീർച്ചയായിട്ടും. കാരണം ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്തോട്ടെ, 1-2 ടോക്സിൽ ജോയിൻ ചെയ്യുന്നതിന് ശേഷമാണ് ഒരു ഇവൻ്റ് എന്നൊരു പരിപാടിയിലേക്ക് ഞാൻ എത്തുന്നത്. അത് ചെയ്തത് അമ്മയുടെ പരിപാടിയും. അതിന് ഞാൻ 1-2 ടോക്സിനോടും അലിക്കോടും ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. കാരണം ഇവൻറ്റ് ഞാൻ ചെയ്തിട്ടേ ഇല്ല, ഇക്കായ്ക്കറിയാം.
ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന ഇക്കാടൊപ്പം അമ്മയുടെ പരിപാടിക്കാണ്. എല്ലാ മലയാളം ആർട്ടിസ്റ്റിനെയും ആ ഒറ്റ ദിവസം കൊണ്ട് കണ്ടു. ഇന്ന് മിമിക്രി നമ്മള് മിമിക്രി കണ്ടു വളർന്നേക്കണോ ആ അന്ന് തൊട്ടുള്ള ആർട്ടിസ്റ്റുകൾ നമ്മൾ കാണുമ്പോൾ ഇവിടെ അതെ തീർച്ചയായിട്ടും സന്തോഷം. ഞാനൊക്കെ ഒത്തിരി പേരെ എനിക്കറിയാവുന്നത്, നിങ്ങൾക്കൊന്നും അത്ര ആളുകളെ പരിചയം ഉണ്ടാവല്ലോ, പക്ഷെ എനിക്ക് ഒത്തിരി ആളുകൾ പരിചയം. അന്ന് തൊട്ടുള്ള ആളുകൾ നമ്മൾ കാണാൻ പോകണം. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് പൊളിക്കുമല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം നമ്മള് പരിപാടിയിലേക്ക് നീങ്ങാൻ പോവാണ് കേട്ടോ. അപ്പൊ ഓക്കെ, പരിപാടി ഓരോന്നോരായിട്ട് വണ്ടു ടോക്സിന്റെ ചാനലും അതോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഇപ്പോൾ തൊട്ട് അപ്ലോഡ് തുടങ്ങിയാണ്. നമുക്ക് കാണാം. ഇന്ന് വൈകുന്നേരം വലിയ മെഗാ ഷോ ഒക്കെ ഉണ്ട്, എല്ലാം പ്രേക്ഷക റൂമിലേക്ക് എത്തിക്കും. അപ്പം ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.